Hello dears, welcome back to Thunder Kitchen Recipes. ഇന്നൊരു പൊട്ടാറ്റോ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. പൊട്ടാറ്റോയും സ്വീറ്റ് കോണും കൂടി ചേർത്താണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിലും ചെയ്യാട്ടോ ഇത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകം പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി സ്ലൈസ് ചെയ്ത ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. സവാള മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി ചൂടായ മണം വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഈ സമയത്ത് കുക്ക് ചെയ്യാനായിട്ട്. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കിഴങ്ങ് വേകാനുള്ള വെള്ളം നമ്മളിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തിളക്കുന്നത് വരെ കുക്ക് ചെയ്യാം. ഗ്രേവി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാൻ 300 ഗ്രാം പൊട്ടാറ്റോയാണ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി വെച്ചിരുന്നത്. അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് കിഴങ്ങ് നന്നായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യാം. നമുക്കിനി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. ഇതിലേക്ക് 4-5 കശുവണ്ടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് 4ആക്കി മുറിച്ചിട്ടാണ് ഞാൻ ചേർത്തത്. അതിനുശേഷം മൂടി വെച്ച് വീണ്ടും ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരപ്പാണ്. അത് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർക്കാം. അരപ്പ് വെള്ളം ആദ്യം നമുക്ക് ചുറ്റിച്ച് ചേർക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടിയിലാണ്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി തുറന്ന് വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. നന്നായിട്ട് ഇത് ചൂടായി തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പോ പുളിയൊക്കെ ചേർക്കാവുന്നതാണ്. ഉപ്പ് പോരെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. വിനീഗറിന് പകരം ചെറുനാരങ്ങ നീരും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായിട്ട് തിളക്കുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മളുടെ പൊട്ടാറ്റോ കുറുമ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ കുറുമ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യും, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.